വളരെ പ്രധാനപ്പെട്ട ഒരു ക്രൂര കൃത്യത്തിന്റെ വിശദാംശങ്ങളിലേക്കാണ് 24 ആദ്യം കടക്കുന്നത്. കാക്കിയുടെ ക്രൂരത. രണ്ട് യുവാക്കൾ അവർ ക്രൂരമായി ഗൗരവമായി പരിക്കേറ്റ് ആശുപത്രിയിലേക്ക് എത്തുന്നു. ഒരാളെ വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നു. ആരോഗ്യനില അതീവ വഷളാണ്. അതിന് പിന്നീട് ബോധം വന്നപ്പോഴാണ് പറയുന്നത് പോലീസിന്റെ ആക്രമണത്തിലാണ് ഗുരുതരമായ പരിക്ക് പറ്റിയതെന്ന്. പക്ഷേ ഇപ്പോൾ പോലീസ് ആ ആരോപണങ്ങളെല്ലാം തള്ളിക്കളയുകയാണ്. പരാതി കള്ളം എന്നാണ് ഫോർട്ട് പോലീസ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകുന്നത്. വിശദമായ അന്വേഷണത്തിനും നിജസ്ഥിതി പരിശോധിക്കാനും കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസുകാർ അതിക്രൂരമായി മർദ്ദിച്ചെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് യുവാക്കളുടെ കുടുംബം. അവർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. കൈ ഒടിഞ്ഞിട്ടുണ്ട്, കയ്യിലൊരു മുറിവില്ല. സാധാരണ ബൈക്ക് ആക്സിഡന്റ് ആയി കൈ ഒടിയുന്നുണ്ടെങ്കിൽ അവിടെ ഒരു മുറിവ് വരണം. താടിയെല്ല് പൊട്ടിയിട്ടുണ്ട്, താടിയെല്ലിന്റെ അവിടെ ഒരു മുറിവ് വരണം. അവിടെ നല്ല സ്കിന്ന് ക്ലിയർ ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരാൾ അപകടം പറ്റി വരുമ്പോൾ നമുക്ക് അറിയാം അത് ബൈക്ക് ആക്സിഡന്റ് ആണോ. ഇവർ വാ തുറക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഇങ്ങനെ വച്ച് കെട്ടിയപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. ഒരു മുറിവ് പോലും ഇല്ല, മുട്ടിന്റെ താഴോട്ട് ഒരു ഒരവ് പോലും ഇല്ല, മുറിവ് പോലും ഇല്ല. ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങളുമായി. അനന്തന് അതീവ ദുരൂഹമാണ്. ഇപ്പോൾ നേരത്തെ കേട്ട പ്രതികരണത്തിൽ തന്നെ ഉണ്ട്, മുറിവ് പോലുമില്ല, പൊട്ടലാണ്, ഒടിവാണ്. എങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തിൽ അന്വേഷണം ഇപ്പോൾ ഏത് തരത്തിൽ ന്യായീകരിക്കുകയാണ് പോലീസ്? റിപ്പോർട്ട് എന്താണ്? റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്താണ്? രതീഷ്, തിരുവനന്തപുരം മിതിർമല സ്വദേശികളായ ദിബിൻ, വിശാഖ് ഈ രണ്ട് യുവാക്കളാണ് ഗുരുതരമായ പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇന്നലെയാണ് ഇവർ ഞങ്ങളുടെ പരിക്കിന് കാരണം പോലീസ് മർദ്ദനമാണ് എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നത്. എന്നാൽ തിരുവനന്തപുരം ഫോർട്ട് പോലീസ് മർദ്ദിച്ചു എന്നാണ് ഇവരുടെ പരാതി. ഫോർട്ട് പോലീസ് ഈ പരാതിയെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഫോർട്ട് പോലീസ് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് യുവാക്കളുടെ ആരോപണം പൂർണ്ണമായും കള്ളമാണ്. ഈ യുവാക്കൾ ബൈക്ക് അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റാണ് റോഡിൽ കിടന്നിരുന്നത്. നാട്ടുകാർ വിവരം അറിയിച്ചതനുസരിച്ചാണ് പോലീസ് അവിടെ എത്തി ഇവരെ ആംബുലൻസ് വിളിച്ചു വരുത്തി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയച്ചത് എന്നാണ് ഫോർട്ട് പോലീസ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. മാത്രമല്ല, ഈ സംഭവം നടക്കുന്നതിന് ദൃക്സാക്ഷികളുണ്ടെന്നും പോലീസ് അവകാശപ്പെടുന്നുണ്ട്. അതല്ലാതെ മർദ്ദനത്തിന്റെ ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. പോലീസ് ആ സമയത്ത് ഈ യുവാക്കൾക്ക് പരിക്കേൽക്കുന്ന സമയത്ത് പോലീസ് ആ സ്പോട്ടിൽ പോലും ഉണ്ടായിരുന്നില്ല. പഴവങ്ങാടിലുണ്ടായിരുന്ന പട്രോളിംഗ് വാഹനത്തെ കൺട്രോൾ റൂമിൽ നിന്ന് ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ റൈറ്ററാണ് വിളിച്ച് ഈ ഈഞ്ചക്കൽ ഭാഗത്തേക്ക് പോകാൻ നിർദ്ദേശം നൽകിയത് ഫോൺ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. ഏതായാലും യുവാക്കൾ ഇപ്പോഴും അവരെ മർദ്ദിച്ചു എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള ദുരൂഹത ഇപ്പോഴും ഒഴിയുന്നില്ല. അതിന് കാരണം പോലീസ് അവരുടെ ഭാഗം തെളിയിക്കുന്നതിന് വേണ്ടുന്ന CCTV ദൃശ്യങ്ങളും ചില ഫോട്ടോകളും പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ ഈ അപകടം നടക്കുന്നതായിട്ടോ അതല്ലെങ്കിൽ അപകടം നടക്കുന്ന സമയത്തുള്ളതാണ് അല്ലെങ്കിൽ അതിൻ്റെ അപകടത്തിൻ്റെ ഏതെങ്കിലും ദൃശ്യങ്ങളോ അതല്ല മർദ്ദിക്കുന്ന ദൃശ്യങ്ങളോ അതിലില്ല. അതുകൊണ്ട് ഇരുഭാഗത്തിനും ഏതെങ്കിലും തരത്തിലുള്ള തെളിവ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഇതിന്റെ നിജസ്ഥിതി എന്താണെന്ന് പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം സിറ്റി പോലീസ് കമ്മീഷണർ ഒരു വിഷയമാണ്. ഇപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വരുന്നു. ഇപ്പോൾ എന്റെ നാടാണ്, ആ പ്രദേശത്ത് നിന്നുള്ള ഒരാൾ എന്നെ വിളിക്കുകയാണ്. കല്ലറയിലെ ഒരു യൂസഫ് എന്ന് പറഞ്ഞ പൊതുപ്രവർത്തനാണ് എന്നെ വിളിക്കുന്നത്. ഇങ്ങനെ ഒരു അപകടം പറ്റി എന്ന തരത്തിൽ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പോലീസ് മർദ്ദനമേറ്റ യുവാക്കളാണ്. അതിന്റെ തുടർച്ചയായി പല ആളുകൾ വിളിക്കുന്നു. അനന്തരമായി ഞാൻ സംസാരിക്കുന്നു. ആ വാർത്ത വരുന്നു. ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് വ്യക്തതയില്ല. ഇപ്പോൾ പരാതിക്കാരും അവരുടെ കുടുംബവും ഈ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. മാത്രമല്ല, ഇവർ അതീവ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിലായിരുന്നുവല്ലോ. മെഡിക്കൽ കോളേജിൽ കഴിയുമ്പോൾ ഒരാൾ വെന്റിലേറ്ററിൽ ഉൾപ്പെടെയായിരുന്നു. അങ്ങനെ കഴിയുന്ന രണ്ടിടത്ത് കിടക്കുന്ന യുവാക്കൾ ഒരേ കാര്യം പറയില്ലല്ലോ. അപ്പോൾ ഇത് കള്ളമാണ് എന്ന് കരുതാൻ കഴിയുമോ? മാത്രമല്ല, ഇപ്പോൾ പഴവങ്ങാടിൽ നിന്ന് പോലീസ് പാർട്ടി കണ്ടത് അപകടത്തിൽ പറ്റിക്കിടക്കുന്ന ആളുകളെ ആയിരിക്കാം. മറ്റേതെങ്കിലും പോലീസ് വാഹനം, പട്രോളിംഗ് വാഹനം അവരെ ഇടിച്ചു തെറിപ്പിച്ചതാണോ, ആക്രമിച്ചതാണോ, മർദ്ദിച്ച് വഴിയിലിട്ടോ, അങ്ങനെ പലവിധ സംശയങ്ങളല്ലേ? രതീഷ്, ഇത് 6-ാം തീയതി പുലർച്ചെയാണ് ഈ സംഭവം നടക്കുന്നത്. അതിനുശേഷം ഈ യുവാക്കൾക്ക് ബൈക്ക് അപകടം സംഭവിച്ചതാണ് എന്നാണ് ആശുപത്രി അധികൃതരും ബന്ധുക്കളുമൊക്കെ കരുതിയിരുന്നത്. ഇവർ വെന്റിലേറ്ററിലുമായിരുന്നു, അബോധാവസ്ഥയിലായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം അവർക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു പാകത വന്നതിന് ശേഷമാണ് നടന്ന സംഭവങ്ങൾ ഇങ്ങനെയാണ് എന്നവർ പറയുന്നത്. അപ്പോൾ ഈ രണ്ടുപേരും അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ എത്തുന്നു. ബോധം വന്നപ്പോൾ രണ്ടുപേരും ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് പോലീസ് മർദ്ദനമുണ്ട് എന്നുള്ളൊരു സംശയം ബലപ്പെടുന്നത്. പക്ഷേ പോലീസ് പൂർണ്ണമായും അത് തള്ളുകയാണ്.
തന്നെയാണ്. പോലീസ് പറയുന്നത് ഫോർട്ട് പോലീസ് ആ സമയത്ത് അവിടെ പട്രോളിങ്ങിന് ഉണ്ടായിരുന്നേ ഇല്ല. മാത്രമല്ല അവർ പഴവങ്ങാടി മണക്കാട് ഭാഗങ്ങളിലാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത് എന്നുള്ള വാദമാണ് ഉന്നയിക്കുന്നത്. ഏതായാലും ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്, വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇത് പോലീസ് മർദ്ദനമാണെങ്കിൽ അത് ഗുരുതരമായ ഒരു കുറ്റകൃത്യം തന്നെയാണ്. കാരണം അത്രയും വലിയ പരിക്ക് ഈ യുവാക്കൾക്ക് ഏറ്റിട്ടുമുണ്ട്. ഏതായാലും അനന്തൻ, അക്കാര്യത്തിൽ ഇപ്പോഴും ഒരു സംശയമുള്ളത്, ഇത്രയും വലിയ പരിക്കേൽക്കണമെങ്കിൽ വാഹനാപകടം പോലെ സമാനമായി എന്തെങ്കിലും സംഭവിക്കണ്ടേ? ഇപ്പോൾ പോലീസ് മർദ്ദിച്ചതാണെങ്കിൽ താടിയെല്ല് പൊട്ടുക, ഇപ്പോൾ താടിയെല്ലൊക്കെ ഇടിച്ചു പൊട്ടിക്കുക എന്ന് പറയുന്നത് അത്ര സാധാരണ നിലയിൽ സംഭവിക്കുന്ന ഒന്ന് അല്ലല്ലോ. എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടോ? പോലീസ് വാഹനം ഇടിച്ചിട്ടുണ്ടോ? അത്തരം സംശയങ്ങളുണ്ടോ? ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് പല മേഖലയിലെയും പോലീസ് വാഹനങ്ങൾ വരാറുണ്ട്, പോകാറുണ്ട്. പെട്രോളിംഗ് പാർട്ടി അല്ലാതെ പല ഉദ്യോഗസ്ഥരുമായി പോകുന്ന വാഹനങ്ങളുണ്ട്. അത്തരത്തിൽ മറ്റെന്തെങ്കിലും സംഭവത്തിന്റെ തുടർച്ചയാണോ ഇത് എന്നൊരു സംശയമില്ലേ? അതിൽ യുവാക്കൾ പറയുന്നത് ഇവർ ബൈക്കിൽ പുലർച്ചെ 2:30 വരികയായിരുന്നു, മദ്യപിച്ചിരുന്നു. പോലീസിന്റെ ചെക്കിംഗ് വാഹനത്തിന്റെ ഭാഗത്ത് നിന്ന് ഉദ്യോഗസ്ഥർ കൈ കാണിച്ചു, നിർത്താതെ പോയി. അപ്പോൾ പോലീസ് ലാത്തി എറിഞ്ഞു. പിന്നീട് കുറച്ചു ദൂരം പോയ ശേഷം യുവാക്കൾ ചേസ് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി തിരിഞ്ഞു നോക്കുമ്പോഴേക്കും പോലീസ് വാഹനം തൊട്ടടുത്തെത്തുകയും അവരെ നിർത്തിയിട്ടിരുന്ന ബൈക്ക് ഇടിച്ച് താഴെയിടുകയും ചെയ്തു. അതിനുശേഷം ഇവർ തന്നെ പറയുന്നുണ്ട് ഒരു ഉദ്യോഗസ്ഥനെ തള്ളി മാറ്റി എന്നുള്ളത്. തുടർന്ന് പോലീസ് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ പോലീസ് പറയുന്നത് ഈ അവിടെ നിന്ന് ദൃക്സാക്ഷികൾ അപകടം നടന്നു എന്ന് വിളിച്ച അനുസരിച്ചാണ് പോലീസ് അവിടെ എത്തുന്നത്. അവിടെ സംഭവിച്ചത് കാര്യം പോലീസ് വിശദീകരിക്കുന്ന റിപ്പോർട്ട്, കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നത്, ഈ പുലർച്ചെ 2 മണിക്ക് ശേഷം 2 യുവാക്കൾ മദ്യപിച്ച് അവിടെ ഒരു ഹോട്ടലിൽ കയറി ബഹളമുണ്ടാക്കുകയും അവരുമായിട്ട് വാക്കുതർക്കമുണ്ടാക്കുകയും ചെയ്തു. അതിനുശേഷം ഈ ഈഞ്ചക്കൽ ഭാഗത്ത് ഇപ്പോൾ ഓവർബ്രിഡ്ജിന്റെ പണി നടക്കുന്നതുകൊണ്ട് സർവീസ് റോഡ് വഴിയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നത്. ആ സർവീസ് റോഡിലൂടെ ഇവർ നിരന്തരം 2-3 പ്രാവശ്യം ബൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു പോയി. അവർക്ക് തീരെ ബോധമില്ലാത്ത അവസ്ഥയായിരുന്നു എന്നാണ് ആ സമയത്ത് അവിടെ കണ്ടു നിന്നവർ പറയുന്നതെന്നാണ്. മാത്രമല്ല അതിനുശേഷം 1-2 തവണ പോയി തിരിച്ചു വരുന്ന വഴി, തിരിച്ച് മടങ്ങുന്ന വഴി ഒരു ഡിവൈഡറിൽ ഇടിച്ച് 2 പേരും മറിഞ്ഞു വീഴുകയായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അതിനുശേഷമാണ് നാട്ടുകാർ അവിടെ നിന്ന് 112-ൽ വിളിച്ചു ആംബുലൻസ് സൗകര്യം ഏർപ്പെടുത്താൻ നോക്കുമ്പോൾ ആ സമയത്ത് ആംബുലൻസ് കിട്ടിയില്ല. പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുന്നു, പോലീസിന്റെ പട്രോളിംഗ് വാഹനം വരുന്നു. അതിനുശേഷം പോലീസ് 108 ആംബുലൻസ് വിളിച്ചു വരുത്തി കയറ്റിവിട്ടു എന്നുള്ളതാണ് പോലീസിന്റെ വെർഷൻ. അപ്പോൾ ഇത് രണ്ടും തെളിയിക്കുന്ന ഒരു ദൃശ്യമോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിവരണങ്ങളോ പുറത്തു വന്നിട്ടില്ല. പോലീസ് വിട്ട ദൃശ്യങ്ങളിലുള്ളത് ഒരു ഫോട്ടോയാണ്. അതിലൊരു ബൈക്ക് മറിഞ്ഞു കിടക്കുന്ന ഒരു യുവാവ് അവിടെ കിടക്കുന്നുണ്ട്. മറ്റൊന്നൊരു CCTV ദൃശ്യമാണ്. ആ ദൃശ്യത്തിൽ കുറേ ആളുകൾ ഓടിപ്പോകുന്നു, അവിടെ പോലീസ് വരുന്നു. അങ്ങനെയുള്ള അവ്യക്തമായ ചില ദൃശ്യങ്ങളുമാണ്. ഏതായാലും വിശദമായ അന്വേഷണം നടത്താനാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അല്ല, ഒറ്റ സംശയം, ഈ അപകടമുണ്ടായി എന്ന് പറയപ്പെടുന്ന, പോലീസ് വാഹനം ഇടിച്ചു എന്ന് പറയപ്പെടുന്ന, മർദ്ദിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് CCTV ഇല്ലേ? ആ ഭാഗത്ത് CCTV ഇല്ല. അതിന് തൊട്ട് മാറിയുള്ള ഒരു CCTVയുടെ ദൃശ്യങ്ങളാണ്. അവിടെ പണിയൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. അതിന് മാറിയൊരു CCTV ദൃശ്യമാണ് ഇപ്പോൾ പോലീസ് കണ്ടെടുത്തിരിക്കുന്നത്. ആ ഭാഗത്ത് കൂടുതൽ ദൃശ്യങ്ങൾ ശേഖരിക്കാൻ പോലീസിനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കമ്മീഷണർ. അപ്പോൾ ആ എല്ലാ ദൃശ്യങ്ങളും പരിശോധിച്ച് അവിടെ ആ രാത്രിയിൽ പോലീസ് അവകാശപ്പെടുന്നത് പോലെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ പോലീസിനെ വിവരം അറിയിച്ച ആൾക്കാർ അവരെ നേരിട്ട് കണ്ട് മൊഴിയെടുക്കുക. അതിനൊപ്പം തന്നെ ഈ പട്രോളിംഗ് വാഹനം കൃത്യമായി കൺട്രോൾ റൂമിൻ്റെ ട്രാക്കിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ കൺട്രോൾ റൂമിൽ രേഖപ്പെടുത്തിയ സമയം, പോലീസ് വാഹനം എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നൊക്കെയുള്ള, കാരണം വയർലെസ് സെറ്റ് ഇപ്പോൾ പൂർണ്ണമായും ട്രാക്കിംഗ് സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവർ എവിടെയായിരുന്നു എന്ന് കൃത്യമായി സ്പോട്ട് ചെയ്യാൻ കൺട്രോൾ റൂമിൽ നിന്ന് പറ്റുകയും ചെയ്യും. അപ്പോൾ കൺട്രോൾ റൂമിലെ വിവരങ്ങൾ കൂടി എടുത്ത് പോലീസ് ആ സമയത്ത് ഏതെങ്കിലും പട്രോളിംഗ് വാഹനം, ഫോർട്ട് പോലീസിന്റെ അല്ലെങ്കിൽ ഹൈവേ കേന്ദ്രീകരിച്ചുള്ള മറ്റേതെങ്കിലും പട്രോളിംഗ് വാഹനം ആ സ്ഥലത്ത് ഉണ്ടായിരുന്നോ, ഇനി മറ്റേതെങ്കിലും പട്രോളിംഗ് വാഹനത്തിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ ചെയ്തതിന് ശേഷം അവർ മടങ്ങുകയും പിന്നീട് നാട്ടുകാർ കണ്ടെത്തുകയും വിവരം അറിയിച്ചതായിരുന്നോ, അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. ഏതായാലും പോലീസ് പറയുന്നത്, ഫോർട്ട് പോലീസ് പറയുന്നത് അവരാരെയും മർദ്ദിച്ചിട്ടില്ല, അവരുടെ ഉദ്യോഗസ്ഥരാരും പട്രോളിംഗുമായി ആ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. പക്ഷേ കമ്മീഷണർക്ക് സംശയമുണ്ട്. കമ്മീഷണർ ഈ 2 പരാതികളും, പോലീസിന്റെ വേർഷനും കമ്മീഷണറുടെ പക്കലുണ്ട്. അതേസമയം ഈ യുവാക്കളുടെ പരാതിയും കമ്മീഷണറുടെ പക്കലുണ്ട്. അപ്പോൾ കമ്മീഷണർ പറയുന്നത് പോലീസിന്റെ താഴെത്തട്ടിൽ നിന്ന് തനിക്ക് ലഭിക്കുന്ന വിവരം ഇതാണ്. പക്ഷേ ഇവർ ഈ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് നിജസ്ഥിതി പരിശോധിച്ച് അന്വേഷിക്കണം. അതിനുശേഷം മാത്രമേ തുടർ നിയമ നടപടികൾ മുന്നോട്ടെടുക്കാൻ പറ്റൂ എന്നുള്ളതാണ്. ശരി, അനന്തകൃഷ്ണനാണ് വിശദമായി വിവരങ്ങൾ നൽകിയത്. ഒരു അപകടം എന്ന നിലയിൽ ആദ്യം ചിത്രീകരിക്കപ്പെടുന്നു, അതല്ല പോലീസിന്റെ ആക്രമണമാണ് എന്ന നിലയിൽ പിന്നീട് പരാതി വരുന്നു. 2 യുവാക്കളും അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ഇപ്പോൾ ജീവന് ഹാനികരമായ അന്തരീക്ഷമില്ല, അല്പം മാറി എന്നിപ്പോൾ ഡോക്ടർമാർ വ്യക്തമാക്കുന്നുണ്ട്. കുടുംബവും പരാതിയുമായി രംഗത്ത് വരികയാണ്. അതേസമയം പോലീസ് പറയുന്നത് വാഹനാപകടം തന്നെയാണ്. അതേസമയം 2 പേരും പറയുന്നതും അവരുടെ ബന്ധുക്കൾ പറയുന്നതും ഇത് വാഹനാപകടമല്ല, പോലീസിന്റെ ആക്രമണം എന്നതാണ്. CCTV ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടുവെങ്കിലും അക്കാര്യത്തിലൊരു വ്യക്തതയില്ല. എന്നാലും വിശദമായ അന്വേഷണം അനിവാര്യമായി വരുന്നു. അതീവ ഗൗരവതരമായ ഒരു വിഷയമാണ്.
ശ്രീലക്ഷ്മി അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ദിപിന്റെ ഭാര്യ, ഈ പരിക്കേറ്റവരിൽ ഒരാൾ, ദിപിന്റെ ഭാര്യ നമുക്കൊപ്പം അല്പസമയത്തിനകം ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം ശ്രീ സുഭാഷ് ബാബു, റിട്ടയർഡ് SP നമുക്കൊപ്പം ഉണ്ട്. ശ്രീ സുഭാഷ് ബാബു, ആകെ കേൾക്കുമ്പോൾ ഒരു അവ്യക്തതയാണ്. താങ്കൾക്ക് ഈ സാഹചര്യങ്ങളെക്കുറിച്ച് അനന്തൻ വിശദീകരിച്ചപ്പോൾ എന്താണ് മനസ്സിലാകുന്നത്? അല്ല, സ്വാഭാവികമായിട്ട് പോലീസ് ഇവർ പറയുന്ന മാതിരി കൈ കാണിച്ച് നിർത്താതെ പോയെങ്കിൽ പോലീസ് പാർട്ടി ഉണ്ടെങ്കിൽ അവർ ചേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും വാഹനം ഇവരെ ചേസ് ചെയ്യുന്നതായിട്ട് ഇവർക്ക് തോന്നിയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ അതിനുശേഷം ആ വാഹനം അവിടെ നിന്ന് അപ്രത്യക്ഷമായിട്ട് അത് അവരുടെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാവും. ഇവര് ഈ ഒരു വിശ്വാസത്തിൽ സ്പീഡിൽ ഓടിച്ചതിന്റെ അതിനെ തുടർന്നിട്ട് അപകടം ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതാണ് ഒന്നാമത്തെ. രണ്ടാമത് രാവിലെ അവരുടെ ഭാര്യയുടെയും ബന്ധുക്കളുടെയും ഒക്കെ പ്രതികരണങ്ങളൊക്കെ വരുമ്പോൾ, അവിടുത്തെ പൊതുപ്രവർത്തകരുടെ ഒക്കെ പ്രതികരണങ്ങളൊക്കെ വരുമ്പോൾ, ഇത് പോലീസ് വാഹനം ഇടിച്ചിട്ടതാണ് അല്ലെങ്കിൽ ആക്രമിച്ചതാണ് എന്ന സ്വരത്തിലാണ്. രണ്ടുപേർക്കും അല്പം ഗൗരവമുള്ള പരിക്കാണ്, രണ്ടുപേരും രണ്ടിടത്താണ്. അപ്പോൾ ഈ ബോധം വന്നപ്പോഴാണ് ഇത് പോലീസ് ആക്രമിച്ചതാണ് എന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ആശുപത്രിയിൽ രണ്ടിടത്ത് കിടക്കുന്ന ആളുകൾ എങ്ങനെയാണ് ഒരേ സ്വരത്തിൽ കള്ളം പറയുക എന്നൊരു വലിയ സംശയം കൂടി നമ്മുടെ മുന്നിലേക്ക് വരികയല്ലേ? അല്ല, അത് പോലീസ് അങ്ങനെ ചേസ് ചെയ്യുന്ന അവസരത്തിൽ ഞാൻ ഒരെണ്ണം പറഞ്ഞ് അടുത്ത പറയാം. ഇനിയും അങ്ങനെ പോലീസ് ചേസ് ചെയ്യുന്ന അവസരത്തിൽ ഏതെങ്കിലും രീതിയിൽ ആ വാഹനം ഈ മോട്ടോർ സൈക്കിൾ ഇടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇടിച്ചതിന്റെ ആഘാതത്തിൽ ഇവര് പോയിട്ട് സൈഡിലൊക്കെ ഇടിച്ച് അപകടങ്ങൾ ഇതേമാതിരി പരിക്ക് പറ്റാം. പക്ഷെ പോലീസ് മർദ്ദിച്ചിട്ട് ഇത്രയും ഗൗരവമുള്ള രീതിയിലുള്ള പരിക്ക് വരാനുള്ള സാഹചര്യം നാളുടെ റോഡിൽ നിന്നുണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണ്. അപ്പോ അവര് പറയുന്ന മാതിരി വാഹനത്തിന്റെ പിന്നിൽ പോലീസ് വാഹനം ഇടിച്ചിട്ട് ആ ഇടിച്ച് തെറിച്ചു പോയതിനു ശേഷം അവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പോലീസ് മർദ്ദനമല്ല, പോലീസ് കരുതിക്കൂട്ടി അവരെ ചേസ് ചെയ്യുന്ന അവസരത്തിൽ അബദ്ധത്തിലോ അല്ലെങ്കിൽ ബോധപൂർവം ഇടിച്ചതായിരിക്കാം. അത് ഒരു ക്രിമിനൽ കുറ്റമാണ് എന്തായാലും ശരി. അപ്പൊ അതോടെ നമുക്ക് നോക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു അന്വേഷണം നടത്താൻ ഏതായാലും പോകുന്നുണ്ട്. അന്വേഷിക്കുന്ന അവസരത്തിൽ അവരുടെ ബൈക്കും എവിടെങ്കിലും ഇതേമാതിരി വാഹനം ഇടിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാകാം. അങ്ങനെ നോക്കിയതിന് ശേഷം ആ വാഹനത്തിന്റെ എവിടാണ് പരിക്ക്, എത്ര ഹൈറ്റിലാണ്, അതൊരു വാഹനം ഏത് വാഹനമാണ് ഇടിച്ചു എന്ന് ഇവർക്ക് ഏകദേശം ഒരു രൂപം ഉണ്ടാകും എന്ന് വിചാരിക്കുക. കാരണം അവർ ഇടിച്ചു എന്ന് പറയുന്ന അവസരത്തിൽ ആ വാഹനത്തിന്റെ ഹൈറ്റും ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുകയാണ്. പിന്നെ പെയിന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ആ സമയത്ത് അതുവഴി പോയിരിക്കുന്ന സാധ്യതയുള്ള വാഹനങ്ങൾ ഏത് പോലീസ് വാഹനമാണെന്നുള്ള പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റും. ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ഒരു അപകടത്തില് പോലീസ് ബോധപൂർവമായിട്ട് പെടുത്തി ഇവരെ ആ റോഡിൽ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ട് എങ്കിൽ അത് പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവിടെ നിന്ന് ഈ വാഹനം അവിടെ നിന്ന് പോലീസ് വാഹനം പോകുന്നത് അവിടെ ഇപ്പൊ ലഭ്യമായ CCTV ഇല്ലെങ്കിൽ പോലും അവിടെ നിന്ന് അല്പ ദൂരെയുള്ള ഏതെങ്കിലും CCTV ആ ദൃശ്യം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ഏതാണ് ഇതിന്റെ നിജസ്ഥിതി എന്ന് കണ്ടുപിടിക്കാൻ അന്വേഷണത്തിൽ കൂടെ സാധിക്കേണ്ടതാണ്. അപ്പൊ ഇവര് പറയുന്നത് നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അതില് അന്വേഷണത്തിന് ശേഷമേ സത്യമോ അസത്യമോ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഏതെങ്കിലും വാഹനം ഇടിച്ചിട്ട് പോലീസ് വാഹനം പോകാനുള്ള സാധ്യത ഇപ്പൊ തള്ളിക്കളയാൻ പറ്റില്ല. രണ്ടാമത് പോലീസിന്റെ വെർഷൻ അനുസരിച്ചിട്ട് അങ്ങനെ അപകടത്തിൽപ്പെട്ട് ഇവരവിടെ കിടന്നതിന് ശേഷം ആളുകൾ വിളിച്ചറിയിച്ച പ്രകാരം പോലീസ് സ്ഥലത്ത് വരികയും ആ സ്ഥലത്ത് വന്നതിന് ശേഷം ഇവരെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള നടപടി സ്വീകരിച്ചു എന്ന് പറയുന്നത് ചിലപ്പോൾ സത്യമായിരിക്കാം. പക്ഷെ ഇത് രണ്ട് സംഭവമായിരിക്കും. ഇപ്പോ ആശുപത്രിയിൽ എത്തിക്കാമെന്ന പോലീസ് വാഹനം ഏതായാലും ഇടിക്കാൻ സാധ്യതയില്ല. അപ്പൊ അതിനു മുമ്പ് പോലീസ് വാഹനം ഇതേമാതിരി ഇടിക്കാനുള്ള സാധ്യത ഉണ്ടാവും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. കാരണം രാത്രിയാണ്, രാത്രി കഴിഞ്ഞതിന് ശേഷം ഇവര് മദ്യത്തിന്റെ ലഹരിയിലാണോ അതല്ല മറ്റൊക്കെ മയക്കുമരുന്ന് കടത്താണോ അങ്ങനെയുള്ള രീതിയിൽ പോലീസ് എന്തായാലും ചേസ് ചെയ്തിട്ടുണ്ടാകാൻ സാധ്യത തള്ളിക്കളയാൻ പറ്റും. ചേസ് ചെയ്തിട്ടുണ്ടാവും പോലീസ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോ അങ്ങനെ അവരെ പരിശോധിക്കുകയും പരിക്കിന്റെ ഒരു സ്വഭാവം കാണുമ്പോൾ, ഇപ്പോൾ നേരത്തെ അതിൽ പരിക്കേറ്റ ഒരാളുടെ ഭാര്യ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, താടിയെല്ല് പൊട്ടിയിട്ടുണ്ട് പക്ഷെ അവിടെ മുറിവില്ല, കൈക്കൊടിവുണ്ട്, കാലിനൊടിവുണ്ട്, രണ്ടുപേർക്കും പല തരത്തിലാണ് ഈ അപകടം, എന്നാലും സമാന സ്വഭാവമാണ്, അവിടെയൊന്നും മുറിവില്ല എന്ന് പറയുന്നു. ഇതൊരു വാഹന അപകടമാണെന്ന് പ്രാഥമികമായി തോന്നുന്നുണ്ടോ? പക്ഷേ രണ്ടുപേർ അബോധാവസ്ഥയിലായിരുന്ന രണ്ട് യുവാക്കൾ, അവർ ബോധം വന്നപ്പോൾ പറഞ്ഞതെല്ലാം പോലീസ് ആക്രമിച്ചു എന്നതാണ്. ഇതെങ്ങനെ ഇങ്ങനെ ഒരു പരിക്ക് പറ്റും? സാധാരണ താങ്കൾ പല ക്രൈം സീനിലുമൊക്കെ പോയിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നുവല്ലോ. ഇങ്ങനെ മുറിവില്ലാതെ ഇങ്ങനെ ഒടിവ് വരുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ താടിയിലൊക്കെ പൊട്ടണമെങ്കിൽ അത്ര വലിയ തോതിലുള്ള ഒരു സംഭവം ഉണ്ടാകണ്ടേ? അല്ല, താടിയല് പോലീസിനെ ഇടിച്ചു പൊട്ടിച്ചാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അടിച്ചു പൊട്ടിച്ചായാലും ശരി, എന്തായാലും
ഡോക്ടർ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ഒരു ആഘാതത്തിന്റെ പേരിൽ ഉണ്ടാകുന്നതാണോ, അതായത് അടിച്ചിട്ടുണ്ടാകുകയാണ്. കാരണം ഒരാളുടെ താടിയെല്ലൊക്കെ പൊട്ടുകയാണെങ്കിൽ അത്ര നിസ്സാരമൊന്നുമില്ല, അത്ര ക്രൂരമായ രീതിയിൽ വളരെ ശക്തമായ രീതിയിൽ ഇടിച്ചാൽ മാത്രമേ പൊട്ടുള്ളൂ. അങ്ങനെ പൊട്ടിക്കഴിഞ്ഞാലും ഈ അതായത് തൊലിയുടെ പുറത്ത് അതേമാതിരി പാട് കണ്ടിട്ടില്ലെങ്കിൽ ശരി, ആ തൊലിയുടെ ഉള്ളില് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തിൽ ഒരു രക്തം കല്ലിച്ച പാട് ഉണ്ടാവും. അത് കുറെ ദിവസം തുടർന്ന് പോവുകയും ചെയ്യും. ഒരു 7-10 ദിവസമൊക്കെ കഴിഞ്ഞാലേ അത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലഡ് അബ്സോർവ് ചെയ്ത് പോവുള്ളൂ. എന്തായാലും അങ്ങനെ പോലീസ് മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം താടിയലിനായാലും വാരിയലിനായാലും പൊട്ടു വന്നെങ്കിൽ അതിന്റെ മുകളിലുള്ള തൊലി ഭാഗം, അത് കട്ടിയുള്ള തൊലിയായിരിക്കുമല്ലോ, ആ കട്ടിയുള്ള തൊലിയിൽ എന്തായാലും ശരി ഇതേമാതിരി ബാഹ്യമായിട്ടുള്ള ആഘാതം ഇടികൊണ്ടാണെന്നെങ്കിലും അത് തിരിച്ചറിയാൻ പറ്റും. അത് എനിക്ക് തോന്നുന്നത് മിക്കവാറും അപകടത്തിൽപ്പെട്ടിട്ട് വരാനുള്ള സാധ്യതയാണ് ഇത്. അല്ലെങ്കിൽ ഇതേമാതിരി പോലീസ് ചവിട്ടിപ്പൊട്ടിക്കണ്ടേ എല്ലൊക്കെ പിടിക്കണേ, അല്ലെങ്കിൽ വെറുതെ ഇടിച്ചാൽ പൊട്ടാനുള്ള സാധ്യത ചുരുക്കമാണ്. പൊട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അങ്ങനെയുള്ള ഇടിക്കാനുള്ള ഒരു സാഹചര്യം ഒരു മദ്യപിച്ചു പോകുന്ന ആളുകള് പോലീസ് തന്നെ അവരെ എതിർത്തു എന്ന് അവർക്ക് ഒരു പറയുന്നില്ല. ആരെ ഒരാളെ തള്ളി മീറ്റി എന്ന് പറഞ്ഞു. അടിമുടി ഒരു അസ്വാഭാവികത തോന്നുകയാണ്. ഒരുപക്ഷെ ഒരു വാഹനാപകടത്തിന്റെ സാധ്യതയിലേക്ക് പോലീസ് പറയുന്ന ഒരു വാദം വാഹനാപകടമാണ്. അങ്ങനെ വാഹനാപകടം ഉണ്ടായി എന്നറിഞ്ഞ് പോലീസ് പാർട്ടി അവിടെ എത്തുന്നു, അവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു. അത് അവിടെ നിൽക്കുകയാണ്. അതേസമയം തന്നെ പോലീസ് വാഹനം ഇടിച്ചിട്ടതാണ് എന്നൊരു ആരോപണം കൂടിയുണ്ടല്ലോ. ഒരു വാഹനാപകടത്തിന്റെ സാധ്യതയിലേക്കാണോ മൊത്തത്തിൽ വരുന്നത്? ഒരു വാഹനാപകടമാണ് അല്ലെങ്കിൽ വാഹനം ഇടിച്ച് ഇട്ടതാണ് എന്ന തോന്നലിലേക്കാണോ വരുന്നത്? അല്ല, നമുക്ക് അത് പറയാൻ പറ്റില്ല. കാരണം വാഹനം ഇടിച്ച് തെറിച്ചു വീണാലും ഇതേമാതിരി പരിക്ക് പറ്റുന്നതിന്റെ പുറത്തുള്ള തൊലിയിൽ എന്തായാലും പാടുകൾ ഉണ്ടാവും, ഇല്ലാതിരിക്കില്ല. ആളിടിച്ചാലും അത് നമുക്ക് അവിടെ തൊലിപ്പുറത്ത് ഇത് കാണുന്നില്ലെങ്കിൽ കരുനീലിപ്പിച്ച ഒരു ചെറിയ പാടുണ്ടാവും. അതല്ലെങ്കിൽ എന്തായാലും ശരി ആ തൊലിക്കുള്ളില് തീർച്ചയായിട്ടും സ്കാൻ ചെയ്ത് നോക്കുന്ന അവസരത്തിൽ അത് അവർക്ക് ഡോക്ടേഴ്സിന് മനസ്സിലായി. ഡോക്ടർ അപ്പൊ തന്നെ തടിച്ചിട്ടുണ്ടാവും. കാരണം ഇവര് ഹോസ്പിറ്റലിൽ പോയത് എന്നാന്ന് ഇപ്പൊ പറഞ്ഞ് കേൾക്കുന്നില്ല. 4-ാം തീയതി ഉണ്ടായ അപകടത്തിന് ഇപ്പൊ കുറെ ദിവസങ്ങള് കഴിഞ്ഞല്ലോ ഇപ്പൊ. അപ്പൊ അതുകൊണ്ട് ഇവര് 1-2 ദിവസത്തിനുള്ളിൽ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ ഡോക്ടർ അത് അവിടെ പിടിച്ച് പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും അവിടെ ഒരു കല്ലിപ്പുണ്ടെന്നും വേദനയുള്ളതായിട്ട് അവർക്ക് തോന്നുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അവിടെയുള്ള വൂണ്ട് സർട്ടിഫിക്കറ്റും ആ സമയത്ത് പരിശോധിച്ച ഡോക്ടറുടെയും പിന്നെ ഇവര് ആ സമയത്ത് അവിടെ എത്തുന്ന അവസരത്തിൽ ഇവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് അവർക്ക് ബോധമുണ്ടായിരുന്നോ എന്നുള്ള രീതിയിലും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതൊക്കെ പോലീസ് വിദഗ്ധമായിട്ട് എന്തായാലും കമ്മീഷണർ അതിനുവേണ്ടി ഒരു ഉത്തരവ് കൊടുത്തതിന്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ പരിശോധിക്കും. ഇത് വളരെ ശക്തമായ ആരോപണമാണ്. അതേമാതിരി തന്നെ അതിനേക്കാൾ ശക്തമായി പോലീസിന്റെ നിഷേധവും വരുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യക്ഷമമായ അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്ക് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സാധ്യതകൾ എന്തായാലും ശരി 2 രീതിയിൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പോലീസ് നിരപരാധിത്വം പറഞ്ഞാലും ചേസ് ചെയ്തതിൽ തട്ടി എവിടെയെങ്കിലും തെറിച്ചുപോയി വീണിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവര് സ്വയമായിട്ട് പോയി ഇടിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇവരെ വാഹനം തട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനം പരിശോധിച്ചാൽ തന്നെ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ബാഹ്യമായിട്ടൊരു വാഹനം ആ മോട്ടോർ സൈക്കിളിൽ വന്ന് ഇടിച്ചിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അത് ആ ഭാഗം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞ് അവിടുത്തെ പെയിന്റ് എടുത്തതിന് ശേഷം അത് പ്രിസർവ് ചെയ്ത് അത് ടെസ്റ്റ് ചെയ്ത് നോക്കി സംശയമുള്ള വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ശാസ്ത്രീയ പരിശോധനയിലൂടെ തെളിഞ്ഞിരിക്കാൻ പറ്റും. അതുകൊണ്ട് ഇത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഈ അലിഗേഷനിലെ നിജസ്ഥിതി എന്താണെന്നുള്ള സമഗ്രമായ അന്വേഷണത്തിലൂടെ സത്യസന്ധമായിട്ട് പുറത്തു കൊണ്ടുവരേണ്ട ഒരു വസ്തുതയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, 2 യുവാക്കളുടെ ജീവൻ എടുക്കുന്ന തരത്തിലേക്കുള്ള ഒരു അപകടം അല്ലെങ്കിൽ ആക്രമണം അവിടെ സംഭവിച്ചു എന്ന കാര്യം വ്യക്തമാണ്. രണ്ടുപേരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ്. തിരുവനന്തപുരം കല്ലറ മിതുർമല സ്വദേശികളാണ് ഈ 2 യുവാക്കളുടെ. അവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വരുന്നതേ ഉള്ളൂ. അതേസമയം പരിഹരിക്കപ്പെടാൻ അല്പകാലം വേണ്ടിവരുന്ന പരിക്കുകളാണ് അവരുടെ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നതും വ്യക്തമാണ്. യുവാക്കൾക്കെതിരെ പോലീസിന്റെ ആക്രമണം ഉണ്ടായി എന്നതാണ് കുടുംബം ആരോപിക്കുന്നത്, സഹോദരൻ ഉൾപ്പെടെ ആരോപിക്കുന്നത്. ആ ഒരു പ്രതികരണം കൂടി നമുക്കൊന്ന് കാണാം. എൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. അവന് ഇപ്പോഴും ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ട്. ഫുഡ് കഴിക്കാൻ പോലും വാറക്കാനോ ഒന്നും പറ്റൂല. ഒരു 3 മാസത്തിനും കഴിഞ്ഞാൽ മാത്രമേ അവനൊരു ചെറിയ റിക്കവറിംഗ് ഉണ്ടാവുന്നതാണ് ഡോക്ടർമാർ പറയുന്നത്. പിന്നെ റിപ്സ് എല്ലാം പൊട്ടിയിട്ടുണ്ട് ഇതിന്റെ 2 അനിയന്റെ. പിന്നെ വിശാഖിന്റെ വലത്തെ ഒരു ചവിട്ടി പൊട്ടിച്ചതിന് ഷോൾഡർ ചവിട്ടി പൊട്ടിച്ചതാണ്. മദ്യപിച്ചുകൊണ്ട് അവർ വണ്ടി നിർത്തിയില്ല. വണ്ടി നിർത്താതെ അവരെന്ത് ചെയ്ത് ലാത്തി വെച്ച് എറിയാണ് ഉണ്ടായത്. അവരെ നിർത്തിയപ്പോഴത്തേക്ക് ഒരു നേരെ വണ്ടി കൊണ്ട് പറയുണ്ടായിരുന്നു. അവർ വണ്ടി കൊണ്ട് ബൈക്കിന്റെ സൈലൻസർ തട്ടിയിട്ട് വണ്ടി മറിഞ്ഞു വീണു. ആ ഒരു വീഴ്ചയിൽ അവർക്ക് യാതൊരുവിധ പരിക്കുകളോ ചെറിയ 1-2 സ്ക്രാച്ച് അല്ലാണ്ട് വേറെ ഒന്നും പറ്റിയില്ല. അതിനുശേഷം SI ഇറങ്ങിയിട്ട് വിശാഖിനെ നല്ലൊരു അടിച്ചപ്പോഴത്തേക്ക് കൂടെ ദിബിനുണ്ടായിരുന്നല്ലോ. അവർ രണ്ടും ലേശം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇതിലായിരിക്കും SI ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും എല്ലാം ഉണ്ടായി.
ചെറുക്കനെ. അതിന്റെ ഒരു വാശി എന്നോണം അവർ നല്ലപോലെ മർദ്ദിച്ചു വരാം. വളരെ ഗൗരവമുള്ള ഒരു ആരോപണമാണ് സംസ്ഥാന പോലീസിനെതിരെ ഉയർന്നു വരുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ തലസ്ഥാന നഗരത്തിൽ 2 യുവാക്കളെ പോലീസ് ഇടിച്ചു വീഴ്ത്തി ക്രൂരമായി ആക്രമിച്ചു. അത് ആക്സിഡന്റ് ആക്കി മാറ്റാൻ വേണ്ടി ശ്രമിച്ചു എന്ന ആരോപണമാണ് ഉയർന്നു വരുന്നത്. അതേസമയം തന്നെ പോലീസ് പറയുന്നത് യുവാക്കളുടെ മർദ്ദനാരോപണം അത് തെറ്റാണ്, പരാതി കള്ളമാണ് എന്നാണ് ഫോർട്ട് പോലീസ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. 2 വാദങ്ങൾ നിൽക്കുകയാണ്. ശ്രീലക്ഷ്മി നോക്കൊപ്പം ചേരുന്നുണ്ട്. പരിക്കേറ്റ ദിബിന്റെ ഭാര്യയാണ്. ശ്രീമതി ശ്രീലക്ഷ്മി, ഇപ്പോൾ രാവിലെ സംസാരിക്കുമ്പോൾ കേട്ടിരുന്നു എത്രത്തോളം വലിയ മാരകമായ പരിക്കാണ് ഈ 2 പേർക്കും പറ്റിയത് എന്ന്. ഇപ്പോൾ മിതർമല സ്വദേശിയാണ്. ഈ തിരുവനന്തപുരത്ത് നടന്ന അക്രമവുമായി ബന്ധപ്പെട്ട് പല ആളുകളും അവിടുത്തെ പ്രാദേശിക പൊതുപ്രവർത്തകർ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈ അപകടം എന്ന പോലീസിന്റെ ഭാഗത്തെ തള്ളാൻ എന്തൊക്കെ കാര്യങ്ങളാണ് പറയാൻ കഴിയുക? എങ്ങനെയാണ് ഇവരെ പോലീസ് ആക്രമിച്ചതാണ് എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിയുക? സാർ, ഈ അപകടം എന്ന് പറയുമ്പോൾ സാധാരണ നിലയിൽ ഒരു ബൈക്ക് ആക്സിഡന്റ് എന്ന് പറയുമ്പോൾ ഈ പൊട്ടലുണ്ടാവുന്ന ഭാഗത്ത് എന്തെങ്കിലും മുറിവുണ്ടാവണം. പുള്ളിക്കാരൻ്റെ താടിയിൽ പൊട്ടിയിട്ടുണ്ട്. താടിയിൽ പൊട്ടുമ്പോൾ അവിടെ ഈ വണ്ടി അപകടം, അതായത് ബാരിക്കേഡിൽ ഇടിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബാരിക്കേഡിൽ ഇടിക്കുമ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടാണ് ഇടിക്കുന്നത്. അവിടെ എന്തുകൊണ്ടൊരു മുറിവ് വന്നില്ല? കൈക്ക് പൊട്ടലുണ്ട്, ബാരിക്കേഡിലാണ് ഈ സംഭവം ചെന്ന് ഇടിക്കുന്നത്. നമ്മളെ ചാറ്റ് ഷീറ്റിൽ എഴുതിയിട്ടുണ്ട് ബൈക്ക് വേഴ്സസ് ബാരിക്കേഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ കൈ അത്രയും ഹാർഷായിട്ട് ഇടിക്കുന്നെങ്കിൽ അവിടെ പൊട്ടലിൻ്റെ ഒപ്പം ഒരു മാരകമായിട്ടുള്ളൊരു മുറിവ് വരണമല്ലോ. അവിടെ എന്തുകൊണ്ട് ഒരു മുറിവ് വന്നില്ല? പിന്നെ ഈ 2 പേർക്ക് അപകടം പറ്റിയ ആ 2 വ്യക്തികൾ പറയുന്നുണ്ട്, ഒരിക്കലും ഒരു നിലയിലിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥരുടെ പേർക്ക് ഇങ്ങനെ ഒരു ഹോസ്പിറ്റലൈസിൽ കിടന്നും കൊണ്ട് അവരാണ് ഞങ്ങളെ അടിച്ചിട്ടത് എന്നൊരു കള്ളക്കഥ മെനയേണ്ട കാര്യം അവർക്കില്ല. അവരത്രയും ക്രിട്ടിക്കലായിട്ടിരിക്കുന്ന ഒരു സ്റ്റേജിലാണ് ഇത് പറയുന്നത്. വലിയ സാമ്പത്തിക സ്ഥിതിയുള്ളവരോ അല്ലെങ്കിൽ വലിയ നിലകളിലുള്ളവരോ ഒന്നുമല്ല, സാധാരണ ആൾക്കാരാണ്. ആ ആൾക്കാർക്ക് ഇത്രയും മേൽത്തട്ടിയിരിക്കുന്ന പോലീസുകാർ വന്ന് ആക്രമിച്ചു എന്ന് പറയേണ്ട ഒരു കള്ളത്തരം ഇല്ല. അതിലും വലിയ തെളിവാണ് അവരുടെ ബോഡി പാർട്സിൽ ഉണ്ടായിരിക്കുന്ന ഓരോ പൊട്ടലും മറ്റുള്ള മാരകമായിട്ടുള്ള ഇതും. ഈ വണ്ടി നിടിച്ചെങ്കിൽ പുള്ളിക്കാരൻ്റെ 2 ചെവിക്ക് എങ്ങനെ പൊട്ടൽ വരും? ഇതെല്ലാം ഹോസ്പിറ്റലിലെ റെക്കോർഡ്സിലുള്ളതാണ്. അപ്പൊ ഇതൊക്കെ കൊണ്ട് നമുക്കിതൊരു വാഹന അപകടമാണ് എന്ന് ഈ പോലീസുകാർക്ക് എഴുതി അങ്ങ് തള്ളി വെക്കാൻ പറ്റുമോ? പ്രധാനപ്പെട്ട ചോദ്യമാണ് ശ്രീലക്ഷ്മി ചോദിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. രാവിലെ ശ്രീലക്ഷ്മി സംസാരിക്കുന്നതും കേട്ടിരുന്നു. ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ റിപ്പോർട്ട് തേടി. ഫോർട്ട് പോലീസ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ ഇത് വാഹനാപകടം ആണ് എന്ന തരത്തിലാണ് റിപ്പോർട്ട് കൊടുത്തത്. അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കേണ്ടി വരുന്നത്. ഇനി ഇവരുടെ പരിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവിടുത്തെ ഡോക്ടർമാരുമായി സംസാരിക്കുമ്പോൾ അവരുടെ പരിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഡോക്ടർമാരുമായി സംസാരിക്കുമ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? ഈ 2 ചെവിക്കും പരിക്കേറ്റു, അതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇപ്പോൾ ഒരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെ 2 ചെവിക്കും പരിക്ക് പറ്റുക എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. ഡോക്ടർമാരുമായി സംസാരിക്കുമ്പോൾ എന്ത് പറ്റിയെന്നാണ് അവർക്ക് മനസ്സിലാകുന്നത്. അതെ സാർ, ഇന്നലെ ENT ഡോക്ടർ വന്ന് ചെവിയുടെ കൺസൾട്ടേഷൻ നോക്കിയപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ കണ്ണ് നല്ലപോലെ അടയുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചപ്പോഴാണ് പറയുന്നത് 2 ചെവിക്കും തലയോടുമായി ബന്ധിപ്പിക്കുന്ന എല്ലിൻ്റെ 2 ചെവിക്കും പൊട്ടലുണ്ട്. അതുകൊണ്ടാണ് കണ്ണിന് അടവിന് പ്രശ്നം വരുന്നതെന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ബൈക്ക് ആക്സിഡന്റ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ എന്ത് 2 ചെവി അപ്പുറം ഇപ്പുറം വന്ന് ഇടിച്ചാ? ഇടതുവശത്താണ് വണ്ടിക്ക് പരുക്കുള്ളത്, ഇവരുടേത് വലതുവശത്താണ് ഏറ്റവും കൂടുതൽ ഇഞ്ചുറി ഉള്ളത്. അതുപോലെ തന്നെ 2 ചെവിക്ക് എങ്ങനെ പറ്റും? പൊട്ടൽ എങ്ങനെ പറ്റും? പോലീസ് ഒന്നും ചെയ്യാതെ പൊട്ടൽ പറ്റുമോ? അത് വെറും ഒരു വണ്ടി എന്നൊരു ബാരിക്കേഡിൽ ഇരിക്കുമ്പോൾ ചെവിക്ക് അങ്ങ് പൊട്ടൽ പറ്റുമോ? ഈ പറയുന്ന താടിയിൽ നല്ല ഹാർഷായിട്ടാണ് പൊട്ടിയിരിക്കുന്നത്. ആ സൈഡിലൊരു പല്ലാണ് വളഞ്ഞ് മാറി നിന്നത്. അപ്പൊ അതെങ്ങനെ? അവിടെ ഒരു മുറിവ് പറ്റണ്ടേ? ഇത്രയും ബാരിക്കേഡിൽ ഇത്ര സ്ട്രോങ് ആയിട്ട് അടിക്കുമ്പോൾ അവിടെ ഒരു മുറിവ് പറ്റണ്ടേ? അപ്പൊ ഇതൊരു വാഹനം അപകടമാണ് എന്നുള്ള രീതിയിൽ അങ്ങ് എഴുതി വെച്ചാൽ മതിയാവോ? ബൈക്ക് വേഴ്സസ് ബാരിക്കേഡ്. അപ്പൊ ഇത്രയും പരിക്കേ ഉള്ളൂ ഒരു ബാരിക്കേഡിൽ ഇടിക്കുമ്പോ? ഇത്രയും മുറിവുകളെ ശരീരത്തിൽ ഉണ്ടാവുള്ളൂ? അപ്പൊ ഇതെല്ലാം അതിൻ്റെതായ രീതിയിലുള്ള ഒരു അന്വേഷണം ഇതിന് നടത്തണം. എങ്കിലേ ഇതിന്റെ പിന്നിലുള്ള എന്താണ് സത്യാവസ്ഥ എന്ന് പുറത്തു വരത്തുള്ളൂ. ഇവര് വെറും ഒരു വാഹന അപകടമാണെന്ന് പറഞ്ഞ് ഇത് എഴുതി അങ്ങ് തള്ളിയ ഇത്രയും കിടന്ന് എന്റെ ഹസ്ബൻഡ് ഇത്രയും കിടന്ന് അവിടെ കിടന്ന് അനുഭവിക്കുന്നു. ഞങ്ങൾ വലിയ സാമ്പത്തിക സ്ഥിതി ഉള്ളവരൊന്നും അല്ല, അദ്ദേഹത്തിന്റെ വരുമാനത്തിലാണ് മുന്നോട്ട് ജീവിക്കുന്നത്.
അപ്പൊ ഇങ്ങനെ ഇയാൾ ഇങ്ങനെ കിടന്നു പോയി കഴിഞ്ഞാൽ ആരും ഞങ്ങളുടെ കുടുംബം നോക്കും? 2 കൊച്ചു കുഞ്ഞുങ്ങളാണുള്ള 3 വയസ്സുള്ള ഇരട്ട കുട്ടികളാണ് എനിക്കുള്ളത്. ഇപ്പൊ കുറെ പേര് ഈ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ കുറെ ആൾക്കാർ കമന്റ്സ് ഇടുന്നുണ്ട്. പോലീസുകാർ വണ്ടി കാണിച്ചിട്ട് കൈ കാണിച്ചിട്ട് ഇവര് നിർത്തിയില്ല. അവർ കൊലക്കുറ്റമല്ല ചെയ്തത്. ഇവിടെ ഈ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും ചെയ്യുന്നത് പോലെ മദ്യപിച്ചിരുന്നു. അപ്പൊ പോലീസ് കൈ കാണിച്ചപ്പോ പേടിച്ചിട്ടാവാം, അവരുടെ അപ്പോഴത്തെ ആ ഒരു മൈൻഡ് ആവാം, അവർ വണ്ടി നിർത്തിയില്ല. അതിന് അവരുടെ വണ്ടി നമ്പർ നോക്കിയിട്ട് അതിനുള്ള നടപടി അവരെടുക്കണമായിരുന്നു. അവരെ ചേസ് ചെയ്ത് പോയി അവരെ ഇടിച്ചിട്ട് അവരെ ഇത്ര മാരകമായിട്ട് അടിച്ചോടിച്ച് ഇവിടെ കൊണ്ടിടയല്ല പോലീസുകാർ ചെയ്യേണ്ടത്. ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു അന്വേഷണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഫോർട്ട് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ എന്റെ കൊച്ചുങ്ങളുടെയും ജഡത്തിന് ഈ പോലീസുകാരും ഇവിടെയുള്ള നിയമപാലകരും ഉത്തരം പറയേണ്ടി വരും. കാരണം അത്രയ്ക്ക് ഞാൻ നൊന്താണ് പറയുന്നത്. എന്റെ വേദന എനിക്ക് മാത്രം, ഈ പറയുന്ന നാട്ടുകാർക്കോ ഈ ന്യൂസ് എടുക്കുന്ന ആൾക്കാർക്കോ ആർക്കും ചിലപ്പോൾ മനസ്സിലായി, ഇത് കേൾക്കുന്ന ആർക്കും മനസ്സിലായി എന്ന് വരത്തില്ല. ഇത് എന്റെ വേദനയാണ്, എന്റെ വേദനയാണ്. എനിക്ക് എന്റെ 2 കൊച്ചുങ്ങളുടെ എന്റെയും വേദനയാണ്. ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു അന്വേഷണം കിട്ടി ഈ തെറ്റ് ചെയ്തവർക്കുള്ള ശിക്ഷ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഞാൻ വന്ന് ആത്മഹത്യ ചെയ്യും എന്റെ കൊച്ചുങ്ങളെ കൊണ്ട്. അതിന് ഈ ഇവിടെയുള്ള നിയമവ്യവസ്ഥകൾ ഉത്തരം തരേണ്ടി വരും. ഇതൊരു വാഹന അപകടമാണെന്നും പറഞ്ഞ് എഴുതിത്തള്ള ഇവിടെ ആരും നിൽക്കണ്ട. അത് നടക്കൂല. ഇനി നിങ്ങൾ എന്തൊക്കെ കള്ളക്കഥകൾ മെനഞ്ഞാലും ഇതൊരു വാഹന അപകടമല്ല. ഇനി നിങ്ങൾ ഇനി ഓരോ കള്ളക്കഥകൾ ഉണ്ടാക്ക്. പോലീസുകാരുടെ സ്ഥിരം പരിപാടിയാണല്ലോ കള്ളക്കഥകൾ ഉണ്ടാക്ക്. പക്ഷെ എത്ര കള്ളക്കഥകൾ ഉണ്ടാക്കിയാലും ഇതിനെന്തെങ്കിലും ഒരു അന്വേഷണത്തിലൂടെ ഇതിനെന്തെങ്കിലും ഒരു ഇത് കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ കിടക്കുന്നതിന് മാത്രം നിങ്ങൾ ഉത്തരം പറയില്ല. ആത്മഹത്യ ഞാൻ വെറുതെ പറയുന്നതല്ല. ഇതിന് കറക്റ്റ് ഒരു അന്വേഷണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 2 പിഞ്ച് കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ അവിടെ വന്ന് ഞാൻ ചെയ്യേണ്ടത് ചെയ്യും. അതിനും കൂടെ ഈ മേലുദ്യോഗസ്ഥരും ഈ പറയുന്ന നിയമപാലകരും ഉത്തരം തരേണ്ടി വരും. മനസ്സിലായോ? അത്രയ്ക്ക് നൊന്താണ് ഞാൻ സംസാരിക്കുന്നത്. അത്രയ്ക്ക് നൊന്ത്. എന്റെ ഭർത്താവ് എന്റെ കൺമുന്നിൽ കിടന്ന് അയ്യോ എന്ന് കിടന്ന് ആ വേദന കൊണ്ട് പൊളയണത് ഞാൻ മാത്രമാണ് കാണുന്നത്. ഈ പറയുന്ന നാട്ടുകാരും അല്ല. ഈ ജനങ്ങൾക്കൊന്നും അറിയണ്ട, സപ്പോർട്ട് ചെയ്യണ്ട. എന്തിന് അവരെന്തോ തെറ്റ് ചെയ്തിട്ടാണ് വണ്ടി നിർത്താതെ പോയത്? എന്ത് തെറ്റ് ചെയ്ത്? ആരെ കൊന്ന്? അല്ലെങ്കിൽ എന്ത് കഞ്ചാവ് ഒളിപ്പിച്ചുകൊണ്ട് പോയാ? അങ്ങനെയൊന്നും ചെയ്തില്ല. ഇവിടെയുള്ള നിയമം കൊടുക്കുന്ന മദ്യം കുറച്ച് കഴിച്ചിരുന്നു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് അവര് നിർത്തിയില്ല. ഈ പറയുന്ന ആൾക്കാരും ജനങ്ങളും പോലീസുകാരും ആരും കുടിക്കത്തില്ലേ, മദ്യപിക്കത്തില്ലേ? എല്ലാരും 100% ആണോ? എല്ലാരും 100% ശരിയായിട്ടുള്ളവരാണോ നമ്മുടെ ഈ സമൂഹത്തിലുള്ളത്? അതിന് എങ്കിൽ അവർ വണ്ടിയുടെ നമ്പർ എടുത്തിട്ട് അതിനുള്ള നിയമം ചെയ്യണം, പെറ്റി അടിക്കണം, അല്ലെങ്കിൽ വീട്ടിൽ വരണം. അല്ലാതെ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് ഒടിച്ച് ഇങ്ങനെ ഈ കൊല ചെയ്ത് ഇടേണ്ട കാര്യമില്ല. എന്റെ ഭർത്താവിന് കൈയുടെ പൊട്ടലിന് ഇന്നത്തെ ഡോക്ടർ വന്നിട്ടുള്ള വിസിറ്റാണ്. എന്റെ ഭർത്താവിന്റെ കൈയുടെ പൊട്ടലിന് സർജറി ചെയ്യത്തില്ല. കാരണം ഹെഡ് ഇഞ്ചുറിയും ബ്ലീഡിങ്ങും നെഞ്ചിനകത്ത് ഫ്ലൂയിഡും കെട്ടിക്കിടക്കുന്നതുകൊണ്ട് അയാൾക്ക് അനസ്തേഷ്യ കൊടുത്ത കോമയിലായി പോവും. അപ്പൊ എത്ര മാസങ്ങളോളം ഇയാൾ വേദന സഹിച്ചിങ്ങനെ കിടക്കണോ ഈ ക്രൂരകൃത്യത്തിന്? അപ്പൊ അത്രയും മാസം ഞാൻ ഇങ്ങനെ കണ്ടോണ്ടിരിക്കണോ എന്റെ ഭർത്താവ് എന്റെ മുന്നിൽ കിടന്ന് കരഞ്ഞോണ്ടിരിക്കണത്? ഈ പറയുന്ന ഈ ചെയ്തവർക്കൊന്നും കുടുംബം ഇല്ലേ, മക്കളില്ലേ? ഇവരൊന്നും ഒരു കുടുംബത്തിലുള്ളവരല്ലേ? അവരവരെ കുടുംബത്തിലുണ്ടാവുമ്പോഴേ അവർക്ക് അതിന്റെ വേദന അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് കറക്റ്റ് ആയിട്ടുള്ള ഇനി എന്ത് കള്ളക്കഥ ഇതിന്റെ പിറകെ മെനഞ്ഞാലും ഈ അടിച്ചൊടിച്ചിട്ടതിന് ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ശിക്ഷ അവർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കള്ളം പറയണതല്ല, ഞാൻ ആത്മഹത്യ ചെയ്തിരിക്കും അവിടെ വന്ന്. ഒറ്റയ്ക്കല്ല, എന്റെ കൊച്ചുങ്ങളെയും കൊണ്ട്. ശ്രീലക്ഷ്മി, വളരെ ഗൗരവമുള്ള വിഷയമാണ്, വൈകാരികമാണ്. ഇപ്പോൾ ശ്രീലക്ഷ്മിയുടെ വേദന അത് കണ്ടു നിൽക്കുന്ന പ്രേക്ഷകർക്ക് എനിക്കും ഉണ്ടാവണമെന്നില്ല. പക്ഷേങ്കിലും സമാനമായ സാഹചര്യം നമുക്കൊക്കെ ഊഹിക്കാൻ കഴിയുന്നേ ഉള്ളൂ നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചാൽ എന്താണ് എന്നത്. അപ്പോൾ പോലീസ് പറയുന്നത് അപകടമാണ്, അതല്ല എന്നതിന് ഉറച്ച തെളിവും ഒരു നിമിഷം അതല്ല എന്നതിന്റെ ഉറച്ച തെളിവോടുകൂടി ബോധ്യത്തോടു കൂടിയാണല്ലോ, അല്ലെങ്കിൽ ഇത്രയും നേരം ഈ കാര്യങ്ങളിങ്ങനെ വിശദീകരിക്കുകയുമില്ലല്ലോ. ഒരു കാര്യം കൂടി,
ആദ്യഘട്ടത്തിൽ അപകടമാണ് എന്ന തരത്തിലാണ് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത്. നല്ല ബോധം നല്ല ബോധം അവർക്കുണ്ടായിരുന്നില്ല. ഈ ബോധം വന്നപ്പോൾ ഈ സംഭവത്തെക്കുറിച്ച് അവർ പറഞ്ഞത് എന്തെല്ലാമാണ്? പോലീസിന്റെ ആക്രമണം എങ്ങനെ ഉണ്ടായി എന്നാണ് അവർ പറയുന്നത്? പോലീസിന്റെ അക്രമം ഇവർ വണ്ടിയും കൊണ്ട് പോയപ്പോൾ ഇവർ പെട്രോളിങ്ങിന് നിൽക്കുകയായിരുന്നു. സാധാരണ രാത്രി പോലീസുകാർ പെട്രോളിങ്ങിനല്ലേ നിൽക്കുന്നത്, അല്ലാതെ അവർ ചുമ്മാ റോഡ് കാണാൻ നിൽക്കത്തില്ലല്ലോ. പെട്രോളിങ്ങിന് നിന്ന് കൈ എങ്ങാണ്ടോ കാണിച്ച് ഇവര് നിർത്തിയില്ല. കാരണം ഇവർ ചെറുതായിട്ട് മദ്യപിച്ചിരുന്നു. അപ്പൊ വണ്ടി സ്കിഡായി പോയപ്പോ ഇവര് ലാത്തി കൊണ്ട് എറിയാണ് ചെയ്ത ബാക്കി ഇരുന്ന ആളെ. എറിഞ്ഞിട്ട് ഇവരുടെ ജീപ്പ് കൊണ്ട് ചേസ് ചെയ്ത് അവരെ സൈലൻസറിൽ ഇടിച്ച് വണ്ടി മറിക്കുകയാണ് ചെയ്തത്. വണ്ടിയുടെ പരിക്ക് നിങ്ങൾ നോക്കണം, ഇടതുവശത്താണ് പരിക്ക് വണ്ടിയുടെ. ഈ പറയുന്ന 2 വ്യക്തികളുടെയും പരിക്ക് വലതുവശത്താണ്. അതെങ്ങനെ സംഭവിക്കും? എന്നിട്ട് ഈ 2 വ്യക്തികൾ, അതായത് എന്റെ ഹസ്ബൻഡും വിശാഖ് എന്ന് പറയുന്നവര് ഇങ്ങനെ ഇടിച്ചിട്ടപ്പോ അവര് പ്രതികരിച്ചു. എന്താ സാർ അങ്ങനെ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ തള്ളായിട്ടുണ്ടായിരിക്കാം, നമ്മളവിടെ കാണുന്നില്ല. അതിന്റെ പേരിൽ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് അടിച്ചൊടിച്ചിടോ ഇവരുടെ കയ്യൂക്ക് കാണിക്കാനുള്ളതല്ല സാധാരണ മനുഷ്യര്. ഇവർ ഇത്രയും നാൾ ഇരുന്ന് പഠിച്ച വിദ്യാഭ്യാസം നേടി ഇവരൊരു പോലീസിന്റെ ഒരു പൊസിഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ നല്ല കാര്യങ്ങൾ ചെയ്യാനാണ്, അല്ലാതെ സാധാരണ ആൾക്കാരെ മെക്കിട്ട് കയറി വന്ന് കൈയും കാലും അടിച്ചൊടിക്കാനല്ല. ഈ പറയുന്ന പോലീസുകാർ കുടിക്കത്തില്ലേ? ഈ മദ്യം ഇവിടെ വിൽക്കുന്നത് ആരാണ്? ഇവിടുത്തെ നിയമം തന്നെ വിൽക്കുന്നത് ഗവൺമെന്റ് ആണ് ഇവിടെ വിൽക്കുന്നത്. അത് ഈ പറയുന്ന എല്ലാ ആൾക്കാരും യൂസ് ചെയ്യുന്ന സാധനമാണ്. അല്ലാതെ കുറെ കമന്റ്സ് ഞാൻ കാണുന്നുണ്ട്, അവര് വണ്ടി നിർത്താതെ പോയത് അവർക്ക് എന്തോ കള്ളത്തരം ഉള്ളത് കൊണ്ടാണ്, അങ്ങനെ ഇങ്ങനെ. എന്ത് കള്ളത്തരം നിങ്ങൾ കണ്ടോണ്ടിരിക്കണ? പറയുന്ന അനാവശ്യങ്ങൾക്ക് പരിധിയുണ്ട്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും സംഭവം ഉണ്ടായി. 2 പേർ അവിടെ കിടക്കുകയാണ്. പോലീസിന്റെ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയോ? ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഞാൻ പറഞ്ഞത് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ ഇന്നലെ വന്ന് കണ്ടിരുന്നു. ഇന്നും വന്ന് റിപ്പോർട്ട്സ് ഒക്കെ എഴുതി എടുത്തോണ്ട് പോയിട്ടുണ്ട്. അതിന്റെ ഫർദർ റിപ്പോർട്ട്സ് എന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല. വന്നു, കണ്ടു, അവർ എടുത്തോണ്ട് പോയിട്ടുണ്ട്. അവരുടെ നിഗമനം ബൈക്ക് ആക്സിഡന്റ് ആണോങ്കിൽ അത് എല്ലാവരും അങ്ങനെയല്ലേ പറയത്തുള്ളൂ, ബൈക്ക് ആക്സിഡന്റ് ആണെന്നല്ലേ പറയത്തുള്ളൂ ഇനി. കാരണം ഇങ്ങനെയുള്ള ഒരു തെറ്റ് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇത് അവർ അംഗീകരിക്കുന്ന കാര്യമാണോ? അവർ അംഗീകരിക്കുന്ന കാര്യമല്ല. ചുമ്മാ ഇരിക്കുന്ന എവിടെയോ കിടക്കണ ഈ 2 പേർക്ക് ഇങ്ങനെ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ SIയും 2 കോൺസ്റ്റബിളും കൂടെ ഇങ്ങനെ വന്ന് മർദ്ദിച്ചു എന്ന് കള്ളം പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ കഥ പറയാനാണെങ്കിൽ അവർക്ക് എന്ത് മുഖ്യമന്ത്രി വന്ന് നടിച്ചെന്ന് പറഞ്ഞൂടെ? അത്രയ്ക്ക് എന്ത് മണ്ടന്മാരായി കിടക്കുന്നവര്. അല്ല ശ്രീലക്ഷ്മി, ആദ്യമുണ്ടായൊരു സംശയം, ഇപ്പോൾ ഒരു പോലീസ് വാഹനം കൈകാണിക്കുന്നു, ഇവർ നിർത്തിയില്ല, ഇടിച്ചിട്ടു, അവർ കടന്നു കളഞ്ഞു. പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് മറ്റാരോ അറിയിച്ചതനുസരിച്ച് ഫോർട്ട് പോലീസ് വന്ന ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. അപ്പോൾ ഫോർട്ട് പോലീസുമായി ബന്ധമില്ല, മറ്റേതോ പോലീസ് ടീമാണ് ഈ ഇടിച്ചിട്ടത് എന്ന തരത്തിൽ ആദ്യം ചില അഭിപ്രായങ്ങളൊക്കെ വന്നിരുന്നു. അത്തരം എന്തെങ്കിലും വാസ്തവമുണ്ടോ? അക്കാര്യത്തിൽ ഒരു വ്യക്തത കൂടി വേണം. ഈ ഇടിച്ചിട്ട ആളുകൾ തന്നെയാണോ പിന്നീട് ആശുപത്രിയിലേക്കും എത്തിച്ചത്? ഒരു വാസ്തവവും ഇല്ല. ഇവരെ ഒരു വാസ്തവവും ഇല്ല. ഇവർ ഇടിച്ചിട്ടിട്ട് ഇവരെ മർദ്ദിച്ച ആൾക്കാരെ ഇവർ തന്നെയാണ് 108 ആംബുലൻസ് വിളിച്ച് മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. അൺനോൺ ആയിട്ട് കിടക്കുകയായിരുന്നു. എന്നെ 4:30 മണിക്ക് വിളിച്ച് പറയുന്നത് ഞങ്ങളുടെ അവിടുത്തെ വാർഡ് മെമ്പർ, കല്ലറയിലുള്ള വാർഡ് മെമ്പർ ബാലചന്ദ്രൻ വക്കീലാണ് എന്നെ വിളിച്ച് പറയുന്നത്. ആ വക്കീൽ എങ്ങനെ അറിഞ്ഞു എന്നുള്ളത് എനിക്കറിയത്തില്ല. ഇതേപോലെ വിശാഖിന് അപകടം പറ്റി, കൂടെയുള്ള ആൾ ദിബിനാണോ എന്ന് എന്നോട് ഒന്ന് കൺഫേം ചെയ്യാൻ പറഞ്ഞിട്ട് മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലെ നമ്പർ എനിക്ക് തന്നു. ഞാൻ അവിടെ ലാൻഡ് ലൈനിൽ വിളിച്ചപ്പോൾ ഒരു പോലീസുകാരൻ്റെ വാട്സപ്പിലോട്ട് ദിബിൻ്റെ ഫോട്ടോ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഫോട്ടോ ഇട്ട് കൊടുത്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വിശാഖിൻ്റെ കൂടെയുള്ള ദിബിനാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ഞങ്ങൾ കല്ലറയിൽ നിന്ന് മെഡിക്കൽ കോളേജ് എത്തുമ്പോൾ എന്തായിരുന്നാലും 1.25-2 മണിക്കൂറാവും. അതുവരെ അൺനോൺ ആയിട്ട് കിടന്ന ഈ പേഷ്യൻസിന് എന്തെങ്കിലും പറ്റിപ്പോകൂലേ? അങ്ങനെ എൻ്റെ ബ്രദറിനെ ഞാൻ വിളിച്ച് പറഞ്ഞു. എൻ്റെ ബ്രദർ ഡ്രമ്മോസിൽ വർക്ക് ചെയ്യുകയാണ്. പുള്ളിക്കാരൻ മോർണിംഗ് ഷിഫ്റ്റ് ആയിരുന്നു. കല്ലറ ഇവിടെ പട്ടത്തെത്തിയ സമയത്ത് എൻ്റെ ബ്രദറാണ് ആദ്യം ഇവിടെ ആശുപത്രിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ചേട്ടനെ ചികിത്സിക്കാനായിട്ട്. എൻ്റെ ചേട്ടൻ വന്നതിന് ശേഷമാണ് ദിബിനെ സർജിക്കൽ ICUലെ വെന്റിലേറ്ററിലോട്ട് മാറ്റുന്നത്. അതുവരെ ഇവിടെ അൺനോൺ ആയിട്ട് കിടക്കുകയായിരുന്നു. അതായത് ചാവുന്നെങ്കിൽ രക്തം തലയ്ക്കാണ് ഇന്റേണൽ ബ്ലീഡിങ്, അപ്പൊ കിടക്കുന്നെങ്കിൽ അവിടെ കിടന്ന് ചാവട്ടെന്ന് പറഞ്ഞ് എന്നെയാണ് ഈ പോലീസ് അദ്ദേഹന്മാർ ഇവിടെ കൊണ്ടിട്ടേക്കുന്നത്. ആശുപത്രിയിലും ഒരു മാനുഷിക പരിഗണന പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലേ? ഇവിടെ ആര് കൊണ്ട് എത്തിച്ചെന്ന് പോലും ഇവരും പറയുന്നില്ല. അൺനോൺ ആയിട്ട് വന്നു ആംബുലൻസിൽ.
ഈ പറയുന്ന പോലീസുകാർ ഇപ്പൊ വാദിക്കുന്നുണ്ടല്ലോ, അവര് അപകടം ഫോട്ടോ ഇവിടെ ഈ പറയുന്ന സ്ഥലത്ത് അപകടം ഉണ്ടായത് അറിഞ്ഞിട്ട് അവർ അവിടെ നിന്ന് നാട്ടുകാരൻ കണ്ടോ വിളിച്ച് പറഞ്ഞ് അവരവിടെ എത്തി ആംബുലൻസ് കയറ്റി വിട്ടതാണെന്ന്. എന്നിട്ട് എവിടെ CCTV ദൃശ്യം? CCTV ദൃശ്യത്തിൽ ഒരു റോഡ്, ഒരു കാറ് എവിടെയോ നിന്ന് ആംബുലൻസിന്റെ ലൈറ്റ് ഇങ്ങനെ ചിമ്മിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ പറയുന്ന CCTV ദൃശ്യം ഈ പോലീസുകാരുടെ. എങ്കിൽ പോലീസുകാർ വണ്ടിയിൽ കയറ്റി വിട്ട ദൃശ്യം കാണിച്ചു തരട്ടെ ആംബുലൻസിൽ, എങ്കിൽ വിശ്വസിക്കാം. ചുമ്മാ അവിടെ അപകടം നടന്ന ദൃശ്യവും ഇല്ലേ? ഒന്നുമില്ലേ അവിടെ? അല്ല, ഒരു ദൃശ്യവും ഒരു ഫോട്ടോയും ഒക്കെ പോലീസ് പങ്കുവച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും കാണുന്നില്ല. ഒരു ലൈറ്റ് വെളിച്ചം കാണുന്നുണ്ട്, 1-2 വാഹനങ്ങളുടെ വെളിച്ചം കാണുന്നുണ്ട്. അവിടെ അപകടം പറ്റിയെന്നൊക്കെ നമ്മൾ ഊഹിച്ചെടുക്കണം. അതാണ് സൈഡിൽ നിന്നും കൊണ്ട് എന്ത് ഊഹിച്ച അത് എവിടത്തെ ന്യായമാണ്? അത് എവിടത്തെ ഇതാണ്? ഊഹിച്ചെടുക്കണം. തെളിവാണ് വേണ്ടത്. അവർ തെളിവല്ലേ കാണിച്ചത്? അതിലെവിടെ? എന്ത് തെളിവ്? അതില് എന്ത് തെളിവിരിക്കുന്നു? അതില് ഇതൊന്നും പോലീസിനെ ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു തെളിവല്ല അത്. ഒരിക്കലുമല്ല. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അത് വ്യക്തവുമാണ്. പൊതുസമൂഹത്തെ സംബന്ധിച്ച് ഇനി അറിയേണ്ടത് ഇവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്, ഇവരുടെ ഇപ്പോഴത്തെ പരിക്കിന്റെ അവസ്ഥ എന്താണെന്നുള്ള കാര്യം നേരത്തെ ശ്രീലക്ഷ്മി വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ നെഞ്ചുപൊട്ടി സങ്കടത്തോടുകൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കേണ്ടത്. നീതി ഉണ്ടാകണം എന്ന ഉറച്ച ബോധ്യം ഞങ്ങൾക്കുമുണ്ട്. അതുകൊണ്ടാണ് മാതൃഭൂമി ന്യൂസ് ഈ വിഷയത്തിൽ ഇടപെട്ടതും നിങ്ങളുടെ ഉൾപ്പെടെ പ്രതികരണം നൽകുന്നതും ഇത് ചർച്ചയിലേക്ക് കൊണ്ടുവന്നതും. എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാകേണ്ടത്. അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? സാർ, എന്റെ ഭർത്താവിന് കൈയുടെ പൊട്ടലിൽ നിലവിൽ സർജറി ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ആകപ്പാടെ ഒരു അവയവം കൈയുടെ പൊട്ടലാണ്. ബാക്കി പൊട്ടലൊന്നും നമുക്കൊന്നും ചെയ്യത്തില്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ആ കൈയുടെ പൊട്ടല് പോലും പുള്ളിക്കാരന് സർജറി ചെയ്യാൻ പറ്റത്തില്ല. അനസ്തേഷ്യ കൊടുക്കുവാണെങ്കിൽ പുള്ളിക്കാരൻ കോമയിലായി പോവും. അപ്പൊ എന്തോന്ന്, ഞാൻ ഒരു ജീവശവത്തിനെ പോലെ എന്റെ ഭർത്താവിനെ എന്റെ കൺമുന്നിൽ കണ്ടോണ്ടിരിക്കണോ? അത്രയ്ക്ക് ക്രൂരതയല്ലേ ഇവര് എന്റെ ഭർത്താവിനോട് കാണിച്ചത്? എന്റെ ഭർത്താവിനോടും കൂടെ ഒപ്പം ഉണ്ടായിരുന്ന അവന്റെ സുഹൃത്തിനോടും. അവന്റെ കാലിലെ ചിരട്ട അത്രയും പൊട്ടിയിട്ടുണ്ട്. ആ വിശാഖ് എന്ന് പറയുന്ന ആളുടെ ചവിട്ടി പൊട്ടിച്ചതാണ് അവര്. ചവിട്ടി എന്തെങ്കിലും ഒരു മുറിവ് വേണ്ടേ കാലില്? ഈ പറയുന്ന പൊട്ടലിലൊക്കെ എവിടെ മുറിവിരിക്കണ്? ചെറിയ ചെറിയ ഒരു ഡോട്ട് മുറിവ്. അതാണ് ഒരു ബാരിക്കേഡിൽ കൊണ്ട് ഇത്രയും വലിയ V3 എന്ന് പറയുന്ന ഒരു വണ്ടി കൊണ്ട് ഇടിച്ചു കയറുമ്പോ ഉണ്ടാകുന്ന മുറിവ്. അത്രയ്ക്ക് മണ്ടന്മാരല്ല ആരും, അത്രയ്ക്ക് മണ്ടന്മാരല്ല. നന്ദി ശ്രീലക്ഷ്മി. താങ്കൾ വലിയ വിഷമത്തിലുള്ള ഘട്ടമാണ്. അതേസമയം നീതി വേണം എന്നത് നമ്മുടെ ആകെ ആവശ്യവുമാണ്. പോലീസിന്റെ ഇപ്പോഴത്തെ റിപ്പോർട്ടൊക്കെ തിരുത്തപ്പെടുമെന്ന് നീതി വേണം. ഇത് സാധാരണ നമ്മള് ഇതേപോലെ കേസുകൾ വരുമ്പോ കുറച്ച് നാള് പോലീസുകാരൊക്കെ ഇടപെട്ട് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കൊണ്ടെത്തിച്ചിട്ട് ലാസ്റ്റ് അങ്ങനെ അല്ലെന്നും പറഞ്ഞ് അങ്ങ് തള്ളിക്കളയും. പക്ഷെ ഇതങ്ങനെ തള്ളിക്കളയുമെങ്കിൽ ഞാൻ നോക്കും. ഇതങ്ങനെ തള്ളിക്കളയുമെങ്കിൽ ഈ പറയുന്ന ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഞാൻ വീണ്ടും പറയാണ്, ഞാൻ ആത്മഹത്യ ചെയ്യും. നിങ്ങൾക്ക് എല്ലാവരും നിങ്ങൾ കുറെ ആത്മഹത്യകൾ കണ്ടിട്ടൊന്നും പ്രതികരിച്ചില്ല. ഇതും അതേപോലെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ. പക്ഷെ എന്റെ ഭർത്താവിന് ഒരു ജീവശവമായിട്ട് എനിക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. ഒരു പെൺകുട്ടിയുടെ നെഞ്ചുപൊട്ടുന്ന വാക്കുകളാണ് കേരളം കേൾക്കുന്നത്. ഗൗരവമുള്ള വാർത്തയാണ് എന്ന വിവരം വന്നപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായാണ് മാതൃഭൂമി ന്യൂസ് ഈ വിഷയത്തിൽ ഇടപെട്ടത്. വലിയ സംശയങ്ങൾ പോലീസിന്റെ റിപ്പോർട്ടിലൊക്കെ ഇപ്പോഴും അവശേഷിക്കുന്നു. കമ്മീഷണർ വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി എന്നൊക്കെ വിവരങ്ങൾ പോലീസിൽ നിന്ന് വരുന്നുണ്ട്. അത്രമേൽ ഗൗരവമുള്ള ആരോപണമാണ്, ഗൗരവമുള്ള പരിക്കാണ് 2 യുവാക്കൾക്ക് ഏറ്റിരിക്കുന്നത്. അക്കാര്യത്തിൽ വ്യക്തത അടിയന്തരമായി ഉണ്ടാകേണ്ടതുണ്ട്. കൂടുതൽ സംവിധാനങ്ങളുടെ ഇടപെടലുണ്ടാകും, അവരുടെ ആരോഗ്യകാര്യങ്ങളിൽ ഇടപെടലുണ്ടാകും എന്ന് നമുക്ക് ഈ ചർച്ചകളുടെയും വാർത്തയുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ പ്രതീക്ഷിക്കാം. നന്ദി ശ്രീലക്ഷ്മി. ഇത്രയും കാര്യങ്ങൾ താങ്കളുടെ ബുദ്ധിമുട്ടേറിയ സമയത്തിനിടയിലും ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചത്. നീതി വളരെ പ്രധാനമാണ്. ശ്രീ സുഭാഷ് ബാബു, അവസാനമായി ഇപ്പോൾ ശ്രീലക്ഷ്മി പറയുന്നത് കേട്ടപ്പോൾ താങ്കൾക്ക് മനസ്സിലാവുന്നത് എന്താണ്? പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു ആക്രമണം ഉണ്ടായി എന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരികയല്ലേ? അല്ല, എന്ന് അവരും വിശ്വസിക്കുന്നു. പക്ഷെ ഇതില് നമുക്കത് തള്ളിക്കളയാൻ പറ്റില്ല അങ്ങനെ ആരോപണം. എന്തായാലും ഇത്ര ഗൗരവമുള്ള പരിക്ക് പോലീസ് മർദ്ദിച്ചാൽ ഉണ്ടാകും എന്നുള്ളതിന് എനിക്ക് ഇതുവരെ എന്റെ അനുഭവത്തിലില്ല. അപ്പൊ അതുകൊണ്ട് അത് ഡോക്ടറുടെ മെഡിക്കൽ എവിഡൻസിന്റെ പശ്ചാത്തലത്തിൽ മാത്രമേ അത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അത് പരിശോധിച്ച് നോക്കിയാൽ ഡോക്ടർക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും ഇത് ആഘാതം കൊണ്ടാണോ, അല്ലെങ്കിൽ കൈ കൊണ്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആയുധമാണെങ്കിൽ എന്തായാലും പരിക്കുണ്ടാവണമല്ലോ. കൈകൊണ്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മൾ ബാഹ്യമായിട്ട് പരിക്കുകൾ കാണാത്ത രീതിയിൽ
ഉള്ളിൽ പരിക്കുണ്ടാവുന്നത്. അപ്പം എന്തായാലും ശരി, ഇപ്പം വടി കൊണ്ട് ലാത്തി കൊണ്ട് അടിക്കുകയോ വേറെ എന്തെങ്കിലും കൊണ്ട് ചെയ്യുകയാണെങ്കിൽ എന്തായാലും പുറത്ത് തൊലിക്ക് ഉൾപ്പെടെയുള്ള ഭാഗത്ത് കേട് വന്നതിന് ശേഷം അതേമാതിരി പരിക്കുണ്ടായതിനു ശേഷം മാത്രമേ എല്ല് പൊട്ടുകയുള്ളൂ. ശരി, എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ വിശദമായ അന്വേഷണവും ഗൗരവത്തിലുള്ള ഇടപെടലും ഉണ്ടാകണം. അത് അനിവാര്യവുമാണ്. അത്രമേൽ ഗൗരവമുള്ള ആരോപണങ്ങളാണ്, ഗൗരവമുള്ള പരിക്കാണ് രണ്ട് ചെറുപ്പക്കാർക്ക് ഏറ്റിരിക്കുന്നത്. അവർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അവരുടെ ആരോഗ്യസ്ഥിതി ഇതുവരെയും മെച്ചപ്പെട്ടു എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. നന്ദി, ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചത്.